എപ്പിസോഡിൽ നിങ്ങൾ കണ്ട പോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്ന കൊക്കക്കോള സ്റ്റോറിൽ നമ്മൾ പോയി. വെറുതെ അങ്ങ് പോയി എന്നല്ല, 16 രാജ്യങ്ങളിൽ കൊക്കക്കോള ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതുമാത്രമല്ല, തൊട്ടടുത്ത് തന്നെയുള്ള ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡിലെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നമ്മൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സീസേഴ്സ് പാലസിലേക്ക് വച്ചു പിടിച്ചു. ഇന്ന് നമ്മൾ വേഗസിലെ ഏറ്റവും വലിയ റിസോർട്ടായ സീസേഴ്സ് പാലസിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് വേഗസ് സ്ട്രിപ്പിൽ പരന്ന് കിടക്കുന്ന ഒരു ഹോട്ടലാണ്. ഇതിൻ്റെ പാർക്കിംഗ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ചൊന്നുമല്ല കഷ്ടപ്പെട്ടത്. അങ്ങനെ പാർക്കിംഗ് ഒക്കെ ചെയ്ത് പെട്ടികളും തൂക്കി സീസേഴ്സ് പാലസിൻ്റെ റിസപ്ഷനിലേക്ക് നടന്നു. ഇവിടെ കയറിയ വഴിക്കുന്ന കസിനോസാണ്. അങ്ങനെ തിരിഞ്ഞ് റിസപ്ഷൻ എത്തി ചെക്കിനും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. സാധാ റൂമാണ് കേട്ടോ. കയറിയ വഴിക്ക് ഒരു വലിയ മിററുണ്ട്, പിന്നെ ബാത്റൂമും. ഇന്നലെ നമ്മളിരുന്ന പാരീസ് റിസോർട്ടിനെക്കാട്ടിലും എന്തായാലും ബെറ്ററാണ് ഈ ബാത്റൂം. ഇവിടെ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. പിന്നെ അതാ സീസറിൻ്റെ ഒരു വാൾ പിക്ചറും നല്ലൊരു ഷവർ ഏരിയയും കൂടി ഉണ്ട്. എല്ലാ ഹോട്ടലിലുള്ള പോലെ ഒരു ക്ലോസറ്റും ഇവിടെ ഉണ്ട്. ബെഡ്റൂമിൽ ഇങ്ങനെ 4 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെയും വലിയ മിറേഴ്സ് 2 എണ്ണം. പിന്നെ ഒരു ബെഡും നൈറ്റ് സ്റ്റാൻഡും TV സ്റ്റാൻഡും പിന്നെ അവിടെ തന്നെ ഒരു ബാർ സ്റ്റേഷനും കൂടി ഉണ്ട്. അതിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, സ്നാക്സും ഡ്രിങ്ക്സൊക്കെ. ബട്ട് ഇത് തൊട്ടാൽ നിക്കർ കയറും. അപ്പോൾ അങ്ങോട്ട് അധികം ഞങ്ങൾ പോയില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടേബിളും ചെയറും വെച്ചിട്ടുണ്ട്. ഈ റൂം മൊത്തം കണ്ണാടിയാണല്ലോ. പിന്നെ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. നല്ല സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നത് സീസേഴ്സ് പാലസിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് അവർ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രാത്രി ഇവിടെ നിന്നുള്ള വ്യൂ. ഓക്കെ ഗൈസ്, ഹാങ് ഓവർ മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് സീസേഴ്സ് പാലസ്. സീസേഴ്സ് പാലസിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. നിങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ റൂം കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ ഇനി സീസേഴ്സ് പാലസിന്റെ ഉള്ളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇത് ഇന്നൊന്നും തീരുന്ന സ്ഥലമല്ല കേട്ടോ. അതിനുള്ള ഒരുപാടുണ്ട്, ഷോപ്പിംഗ് മോൾസ് ഉണ്ട് ഒരുപാട്. ആൻഡ് അതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, കീട്ടുവാണ്. ഓക്കെ, ഞങ്ങൾ ഓൾറെഡി ഉള്ളിലേക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ കണ്ടു കുറച്ചൊക്കെ. ഇറ്റ്സ് ഓസം. ഓക്കെ, സോ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ശരിക്കും പറഞ്ഞാൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ഈ പാലസ് കണ്ട് ഒന്ന് ഞെട്ടിട്ടോ. ഇത് ആക്ച്വലി ഇവരുടെ ലിഫ്റ്റാണ്. എന്ത് രാജകീയമായ ലിഫ്റ്റാണല്ലേ. ഈ പാലസിൽ ഏത് ലിഫ്റ്റ് ഇറങ്ങിയാലും കസിനോക്കാണ് ഫസ്റ്റ് എൻട്രി. എല്ലാ ഹോട്ടലിലുള്ള പോലെ ഇവിടെ ഒരു കസിനോ ഉണ്ട്. ഇവിടുത്തെ കസിനോ ബാക്കിയുള്ള ഹോട്ടൽസിനെക്കാട്ടിലും വലുതാണ്. അടിപൊളിയാണ് കാണാൻ. നല്ല പൈസ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പൈസ എറിഞ്ഞ് കളിക്കാനോ. പിന്നിൽ എല്ലാവരും ഇരുന്ന് ബ്ലാക്ക് ജാക്ക് കളിക്കുകയാണ്. അതിലൊരു കൂടെ ഒരാൾ നിൽക്കുന്നില്ലേ, അയാളാണ് കളിക്കുന്നത്. ഇവിടെ എന്താ പറയുക, സക്സസ് റേറ്റ് കുറച്ച് കുറവാണ്. പൈസ പോകാനേ ചാൻസ് ഉള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാച്യൂസ് ആണ്. റോമൻ എംപയറിലുള്ള ജീവിതമാണ് ഈ പാലസ് കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാച്യൂസ് ആണ് ഇവിടെ ഉള്ളത്. ലോകപ്രശസ്തമായ ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ ഇൻസ്പയർഡ് ആയി ഉണ്ടാക്കിയ ഹോട്ടൽ തന്നെയാണ് ഇത്. പിന്നെ ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പിംഗ് മോൾസും കോൺസേർട്സും ഒരു വലിയ പബ്ബും ഉണ്ട്. സത്യം പറഞ്ഞാൽ മൊത്തം വേഗസ് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് കണ്ടോ, വേഗസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്റ്റാർബക്സ്, അതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ദിവസം മൊത്തം ചുറ്റിക്കാണാനുള്ളത് ഉണ്ട് കേട്ടോ ഈ പാലസിൽ. ശരിക്കും ഒരു ബോറടിക്കാത്ത മ്യൂസിയം അല്ലെങ്കിൽ ഒരു പാലസ്, അതാണ് ഇത്. കൺസ്ട്രക്ഷൻസ് പിന്നെ ഒരു രക്ഷയില്ല. 30 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ പാലസിന് 6 ടവറുകളിലായിട്ട് 4000 റൂംസാണുള്ളത്. 1966 ഓഗസ്റ്റ് 5 ഈ റിസോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതിനുള്ളിൽ ചുറ്റിക്കാണാൻ ഒരു ഫുൾ ഡേ കിട്ടിയാലും തികയില്ല. നല്ലൊരു ഇറ്റാലിയൻ കൺസ്ട്രക്ഷന്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ റെഡ് കളർഫുൾ ഡെക്കറേഷൻസ് നമുക്ക്
മാത്രമല്ല ഇവിടെ വെഡിങ്ങുകളും കൂടി നടക്കാറുണ്ട്. സോ ആ വെഡിങ് ചേപ്പലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആൻഡ് റെസ്റ്റോറൻറ്റ്സ് കൂടി ഉണ്ട്, അടിപൊളി എന്താ പറയുക, നല്ല എലൈറ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ വെഡിങ് ഒന്നും നടക്കുന്നില്ല ഇവിടെ കൊറോണ ആയിട്ട്. ആൻഡ് ദ ഫോറം ഷോപ്സ് അറ്റ് സീസേഴ്സ് പാലസ്. ഇതാണ് സീസേഴ്സ് പാലസിലെ മോള്. ഒരുപാട് ഹൈ എൻഡ് ബൊട്ടീക്സും റെസ്റ്റോറൻറ്റ്സും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ക്ലോസ്ഡ് ആണ് ഈ ടൈമിൽ. ബട്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻസ് ഒന്ന് നോക്കിയേ. ഇതുകൊണ്ട് തന്നെയാണ് ഷോപ്സ് അടച്ചിട്ടും ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ളത്. ഇതിൻ്റെ മേളിൽ കുറേ ഷോപ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ക്യാമറ കണ്ട ആവശ്യത്തിൽ ഡാൻസ് കളിക്കുന്ന കുറച്ച് ചേട്ടന്മാരെയും ഇടയിലൊക്കെ കാണാം. ബിക്കോസ് ഇറ്റ്സ് വേഗസ് ബേബി. അങ്ങനെ 7 മണിക്ക് തുടങ്ങിയ റിസോർട്ട് കാണൽ 12 മണിക്കാണ് അവസാനിച്ചത്. നമ്മളിപ്പോൾ സീസേഴ്സ് പാലസിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ ഈ വേഗസ് ട്രിപ്പിലെ ഏറ്റവും വലിയ ഹോട്ടലാണ് ഈ സീസേഴ്സ് പാലസ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ സറൗണ്ടിങ്സ് നോക്കിയാൽ എത്ര വലുതാണെന്ന്. ഇത് ഫുള്ള് സീസേഴ്സ് പാലസ് ആണ്. പിന്നെ ഇവിടെയുള്ള ഒരു ഫേമസ് അട്രാക്ഷനാണ് ഈ അമ്പലം. ഇത് നേരെ സീസേഴ്സ് പാലസിൻ്റെ മുന്നിലാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ പേര് ദ ഷ്രൈൻ ഓഫ് 4-faced ബ്രഹ്മ എന്നാണ്. ഈ വിഗ്രഹം തായ്ലാൻഡിലാണ് കേട്ടോ. നാളെ നമ്മൾ വേഗസിൽ നിന്ന് തിരിച്ചു പോവായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി വേഗസ് ട്രിപ്പിൽ അങ്ങനെ നടന്നു. പിന്നെ ഇവിടെ എത്ര കണ്ടാലും മതി തീരാത്ത ബെലാജിയോ വാട്ടർ ഷോ കാണാൻ വീണ്ടും പോയി. ഇവിടെ തീരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ? ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വേറൊരു തകർപ്പൻ വീഡിയോ